പ്രഭാതം. മക്കയിലാകെ വെളിച്ചം പരന്നു. കിഴക്കൻ മലകൾക്കപ്പുറത്ത് നിന്ന് സൂര്യൻ ഉയർന്നു വരുന്നതേയുള്ളൂ. ഖദീജ റളിയല്ലാഹു അൻഹു കൊച്ചുമകളെ വിളിച്ചുണർത്തി മുഖം കഴുകിക്കൊടുത്തു. മോളെ, അതിരാവിലെ ഉണർന്നെഴുന്നേൽക്കണം, അതൊരു ശീലമാക്കണം. ഇത്താത്തമാരൊക്കെ നേരത്തെ ഉണരും. മരുഭൂമിയിലെ പ്രഭാതം, അതിനെന്തൊരു ഭംഗി! ഒട്ടകക്കൂട്ടങ്ങൾ എല്ലാം ഉമ്മയുടെ വകയാണ്. അവ പ്രഭാതത്തെ സ്വാഗതം ചെയ്യുകയാണ്. നല്ല ഉത്സാഹം, കാലുകൾ ചലിപ്പിക്കുന്നു, തലയാട്ടുന്നു. വേലക്കാർ അവയ്ക്ക് വെള്ളം തീറ്റയും കൊടുക്കുന്നു. ഒട്ടകങ്ങൾക്കിടയിലൂടെ ഓടി നടക്കുന്ന 2 ബാലന്മാർ, മിടുമിടുക്കന്മാർ, ബുദ്ധിയുള്ള കുട്ടികൾ, നല്ല ആരോഗ്യവും. അവർ വെറുതെ ഇരിക്കാറില്ല. മടിയും അലസതയും അവർക്കറിയില്ല. മരുഭൂമിയിലൂടെ നല്ല വേഗതയിലോടും. ആ ഓട്ടം കാണാൻ തന്നെ നല്ല രസം. മോൾ ആ ബാലന്മാരുടെ ഓട്ടവും ചാട്ടവും നോക്കി നിന്ന് ആസ്വദിച്ചു. അവരെ പരിചയപ്പെടേണ്ടേ? കഴിഞ്ഞ ഭാഗത്തിൽ 2 വല്ലിപ്പമാരെ പരിചയപ്പെട്ടുവല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ വല്ലിപ്പമാർ, അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു. മറ്റൊരു വല്ലിപ്പയുടെ പേര് കൂടി പറയാം, അബൂ ത്വാലിബ്. അദ്ദേഹത്തിന്റെ ഓമന മകനാണ് അലി. അലി ഈ വീട്ടിലാണ് താമസം. ഉപ്പ ചെറുപ്പത്തിലേ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി വളർത്തിയതാണ്. ഉമ്മാക്കും അലിയെ വലിയ ഇഷ്ടമാണ്. അലിയുടെ കുസൃതികൾ പലപ്പോഴും ചിരിക്കു വക നൽകും. വാചാലമായി സംസാരിക്കും. ഒരു കുട്ടിയെ പരിചയപ്പെട്ടല്ലോ, ഇനി മറ്റേ കുട്ടിയെ കുറിച്ച് പറയാം. സെയ്ദ് എന്നാണ് ആ കുട്ടിയുടെ പേര്. ദൂരെ എവിടെയാണ് വീട്. കുട്ടിയായിരിക്കുമ്പോൾ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി അടിമയാക്കി ഉക്കാള് ചന്തയിൽ കൊണ്ടുപോയി വിൽപ്പനയ്ക്ക് വെച്ചു. അന്ന് അടിമകളെ വാങ്ങാൻ വേണ്ടി വന്ന ഹക്കീം എന്നൊരാൾ ചന്തയിൽ പോയിരുന്നു. ആരാണ് ഹക്കീം എന്നല്ലേ പറഞ്ഞു തരാം. ഫാത്തിമ മകളുടെ ഉമ്മായുടെ പേര് ഖദീജ, അവരുടെ ഉപ്പായുടെ പേര് ഹുവൈലിദ്. ഹുവൈലിദിന്റെ മകനാണ് ഹസാം. എന്ന് വെച്ചാൽ ഹസാം എന്ന ആൾ ഖദീജയുടെ സഹോദരൻ. ആ ഹസാമിന്റെ മകനാണ് ഹക്കീം. ഇപ്പോൾ ഹക്കീമിനെ മനസ്സിലായല്ലോ. ഹക്കീം കുറെ അടിമകളെ വാങ്ങി, യുവാക്കളും കുട്ടികളും. അതിനിടയിൽ സെയ്ദിനെ കണ്ടപ്പോൾ ഹക്കീമിന് ഇഷ്ടമായി. എന്ത് വില വേണം? വില പറഞ്ഞു വിലപേശി ഒടുവിൽ 400 ദിർഹമിന് ഉറപ്പിച്ചു. അടിമകളെയും കൊണ്ട് ഹക്കീം മടങ്ങിപ്പോയി. ഖദീജ റളിയല്ലാഹു അൻഹു തന്റെ സഹോദരപുത്രനെ കാണാൻ ചെന്നു. അമ്മായി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരടിമയെ എടുത്തോളൂ, എന്റെ വക ഒരു സമ്മാനമാണത്. ഖദീജ റളിയല്ലാഹു അൻഹു അടിമകളെയെല്ലാം നോക്കി, എനിക്കിതു മതി, കൊണ്ടുപോയിക്കൊള്ളൂ. സെയ്ദ് അങ്ങനെയാണ് ഈ വീട്ടിലെത്തിയത്. അക്കാലത്താണ് ഉപ്പ ഉമ്മയെ വിവാഹം ചെയ്തത്. ഉമ്മാക്ക് ഒരാഗ്രഹം, ഉപ്പാക്ക് ഒരു സമ്മാനം കൊടുക്കണം. എന്താണ് സമ്മാനമായി നൽകിയത്? സെയ്ദ് എന്ന അടിമക്കുട്ടിയെ. ഉമ്മ സെയ്ദിനോട് ഒരു മകനോടൊന്ന പോലെ പെരുമാറി. ഉപ്പ അതിനേക്കാൾ സ്നേഹം നൽകി. ആളുകൾ മുഹമ്മദിന്റെ മകൻ സെയ്ദ് എന്ന് വിളിക്കാൻ തുടങ്ങി. സെയ്ദിന്റെ യഥാർത്ഥ പിതാവ് ഗോത്രത്തലവനും ധനികനുമായ ഹാരിസായിരുന്നു. ഹാരിസ് മകനെ അന്വേഷിച്ച് നാടാകെ കറങ്ങി വളരെ കാലം തിരഞ്ഞു നടന്നു. മക്കയിലെത്തി. ഒടുവിൽ ഈ വീട്ടിലുമെത്തി. എന്റെ മകനെ വിട്ടുതരണം, എത്ര പണം വേണമെങ്കിലും തരാം. ഫാത്തിമ മോളുടെ ഉപ്പയോട് ഹാരിസ് പറഞ്ഞു, പണം വേണ്ട, നിങ്ങൾക്ക് അവനെ വിട്ടുതരാം. ഞാൻ നിർബന്ധിക്കില്ല, അവന് ഇഷ്ടമാണെങ്കിൽ വന്നോട്ടെ. ഉപ്പ പറഞ്ഞത് അങ്ങനെയായിരുന്നു. ഹാരിസ് മകനോട് കൂടെ പോരാൻ ആവശ്യപ്പെട്ടു. ഞാൻ വരില്ല, ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിച്ചു കൊള്ളാം. അതായിരുന്നു സെയ്ദിന്റെ മറുപടി. നിങ്ങൾക്ക് മകനെ കാണാൻ വേണ്ടി ഇവിടെ വരാം, എപ്പോൾ വേണമെങ്കിലും വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാരിസ് എന്ന പിതാവിനെ ആശ്വസിപ്പിച്ചു. സെയ്ദ് ഈ വീട്ടിലാണ് വളർന്നത്. ഇപ്പോൾ 2ാമത്തെ ആളിനെയും പരിചയപ്പെട്ടുവല്ലോ. അലിയേക്കാൾ മൂത്തതാണ് സെയ്ദ്. അവരും ഈ വീട്ടിലെ അംഗങ്ങൾ തന്നെയാണ്. ആൺമക്കളില്ലാത്ത ഈ വീട്ടിൽ അലിക്കും സെയ്ദിനും ഉയർന്ന സ്ഥാനമാണുള്ളത്. വീട്ടുജോലികളിൽ സഹായിക്കും, പണിയെടുക്കാൻ ഒരു മടിയുമില്ല. ഒട്ടകപ്പുറത്ത് കയറി സഞ്ചരിക്കും, ഈത്തപ്പന മരങ്ങളിൽ കയറും. ഈയിടെയായി അവരുടെ മുഖത്തും ഗൗരവഭാവം. ഈ ലോകത്തിനൊരു നാഥനുണ്ടെന്ന് അവരും അറിഞ്ഞു. മുഹമ്മദ് എന്ന പിതാവ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് അവരും കേട്ടു. അലിയുബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതത്തെ കുറിച്ച് അന്വേഷിച്ചു. ഉപ്പ അലിക്ക് ഇസ്ലാം മതത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു കേട്ടു. കേട്ടുകഴിഞ്ഞപ്പോൾ വലിയ ആവേശം. അടുത്ത ദിവസം തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു. കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തി അലി റളിയല്ലാഹു അൻഹു ആണ്. സെയ്ദ് വീട്ടിൽ നടക്കുന്ന സംഭാഷണങ്ങൾ കേൾക്കുന്നു. അലിയെ പോലെ തനിക്കും ഇസ്ലാം മതം സ്വീകരിക്കണം സെയ്ദ് തീരുമാനിച്ചു. തീരുമാനം ഉപ്പയറിഞ്ഞു. പിന്നെന്ത് താമസം? അല്ലാഹുവല്ലാതെ ഒരിലാഹില്ലെന്നും മുഹമ്മദ് റസൂലുള്ളാഹി അവന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സെയ്ദിന്റെ പ്രഖ്യാപനവും വന്നു. ഉപ്പായുടെ കൂട്ടുകാരനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇടയ്ക്കിടെ വീട്ടിൽ വരും. ഉപ്പായുമായി വളരെ നേരം സംസാരിച്ചിരിക്കും. മക്കളോടൊക്കെ വലിയ ഇഷ്ടം. വലിയ കച്ചവടക്കാരനാണ്. ഇടയ്ക്കിടെ യാത്ര ചെയ്യും. മടങ്ങി വന്നാലുടനെ ഉപ്പയെ കാണാനെത്തും.
ഒരു ദിവസം മോളൊരു വിവരം കേട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. കേട്ടപ്പോൾ ഫാത്തിമ മോൾക്ക് വളരെ സന്തോഷം തോന്നി. പതിവ് പോലെ ഉമ്മുൽ ഫദ്ൽ വന്നു കയറിയാൽ ഉമ്മയുമായി സംസാരം തുടങ്ങും. ഇന്നെന്താ മുഖത്തു വല്ലാത്ത ഗൗരവം? ഇന്നെന്താ ഈ മോളോട് കിന്നാരം ചൊല്ലാൻ വരാത്തത്? മോളെ നോക്കി ഒന്ന് ചിരിച്ചു, അത്ര തന്നെ. ഉമ്മയുടെ ശബ്ദം കേട്ടു മോൾ ശ്രദ്ധിച്ചു. ഉമ്മുൽ ഫദ്ൽ, എനിക്ക് ശേഷം ഇസ്ലാം മതം സ്വീകരിക്കുന്ന ആദ്യത്തെ സ്ത്രീയാണ് നീ. ആ പദവി നിനക്കുള്ളതാണ്, നിനക്ക് തന്നെയാണത് ലഭിക്കേണ്ടത്. ഓ, അപ്പോൾ അതാണ് കാര്യം. നമുക്ക് പിടികിട്ടി, ഇസ്ലാം മതം സ്വീകരിക്കാൻ ഒരുങ്ങി വന്നതാണ്. ഉമ്മായും ഉമ്മു ഫദ്ലും ഉപ്പായുടെ സമീപത്തേക്ക് നടന്നു. ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതത്തിൽ പ്രവേശിച്ചു. അപ്പോ ഉമ്മയുടെ മുഖത്തെ സന്തോഷം കാണേണ്ടത് തന്നെ. ഫാത്തിമ മോൾക്ക് നല്ല പരിചയമുള്ള ആളുകളാണ് ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ പേരുകളും ഓർത്തു പറയാൻ മോൾക്ക് കഴിയും. മോളുടെ ഇത്താത്തമാരെ കുറിച്ച് കേൾക്കേണ്ടേ? മൂത്ത ഇത്താത്ത സൈനബ് റളിയല്ലാഹു അൻഹ. കാണാൻ എന്തു ഭംഗിയാണ്, നല്ല സ്വഭാവം, എല്ലാവരും ഇഷ്ടപ്പെടും. ഇടയ്ക്കിടെ വീട്ടിൽ വരുന്ന ഒരാളുണ്ട്, പേര് ഹാല. ഉമ്മായുടെ സഹോദരിയാണ് ഹാല. അവരുടെ മകനാണ് അബുൽ ആസ്. ഹാലയ്ക്ക് മനസ്സിലൊരാഗ്രഹം, തന്റെ മകൻ സൈനബിനെ വിവാഹം ചെയ്യണം. ഒരു ദിവസം ഹാല വന്നു ഉമ്മയെയും ബാപ്പയെയും കണ്ടു. വിവാഹക്കാര്യം പറഞ്ഞു. ഉമ്മാക്കും ഉപ്പാക്കും ഹാലയെ വളരെ ഇഷ്ടമാണ്, ഹാലയുടെ മകനെയും ഇഷ്ടമാണ്. അതുകൊണ്ട് വിവാഹത്തിന് ആരും എതിരില്ല, എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. ഈ വീട്ടിൽ നടന്ന ആദ്യത്തെ കല്യാണം. ബന്ധുക്കളൊക്കെ വന്നു, നാട്ടുകാരും അയൽക്കാരും വന്നു. സൈനബ് ഇത്താത്ത അബുൽ ആസിന്റെ ഭാര്യയായി. അബുല്ലാസിന് ഭാര്യയെ വളരെ ഇഷ്ടപ്പെട്ടു. ഇടയ്ക്കിടെ രണ്ടുപേരും വീട്ടിൽ വരും. വന്നാൽ എല്ലാവരും കൂടി സ്നേഹപൂർവ്വം സ്വീകരിക്കും. ഒരിക്കൽ അബുല്ലാസ് കച്ചവടത്തിനു വേണ്ടി ദൂരെ നാട്ടിലെവിടെയോ പോയി. ആഴ്ചകളോളം വീട്ടിലില്ല. അപ്പോഴാണ് ഉപ്പ ഇസ്ലാം മത പ്രചരണം തുടങ്ങിയത്. ഇത്താത്ത ഉമ്മയിൽ നിന്ന് വിവരങ്ങളൊക്കെ അറിഞ്ഞു. അവരുടെ മനസ്സിൽ ഈമാനിന്റെ പ്രകാശം. ഭർത്താവ് മടങ്ങി വരുന്നൊന്നും ഇത്താത്ത കാത്തു നിന്നില്ല. ഇസ്ലാം മതം സ്വീകരിച്ചു സൈനബ് ഇത്താത്ത. ഇതാണ് മൂത്ത ഇത്താത്തയുടെ കഥ. ഇനി ചെറിയ ഇത്താത്തമാരുടെ കഥ കേട്ടുകോളൂ. ഒരിക്കൽ അബൂ താലിബ് വീട്ടിൽ വന്നു. മോളുടെ വല്ലുപ്പയാണ് അബൂ താലിബ് എന്നറിയാമല്ലോ. മറ്റൊരു വല്ലുപ്പയാണ് അബൂലഹബ്. അബൂലഹബിന് രണ്ടാൺമക്കളുണ്ട്, ഉത്തുബയും ഉത്തൈബയും. ഇവരെ കൊണ്ട് ഇത്താത്തമാരെ വിവാഹം ചെയ്യിക്കണം. അത് പറയാനാണ് അബൂ താലിബ് വന്നത്. അബൂ താലിബാണ് ഉപ്പാനെ സംരക്ഷിച്ചത്. അദ്ദേഹം പറഞ്ഞാൽ ഉപ്പാക്ക് എതിർക്കാൻ കഴിയില്ല, സമ്മതിച്ചു. അക്കാലത്ത് ഇത്താത്തമാർ വളരെ ചെറുതാണ്. എന്നിട്ടും വിവാഹം നടന്നു. അബൂലഹബിന്റെ ഭാര്യയുടെ പേര് ഉമ്മു ജമീൽ എന്നായിരുന്നു. അവർ ചീത്ത സ്ത്രീയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അബൂലഹബും ഭാര്യയും കഠിന ശത്രുക്കളായി മാറി. ഖുറൈശികൾ അബൂലഹബിനെ ഇങ്ങനെ ഉപദേശിച്ചു: ഉത്തുബയും ഉത്തൈബയും മുഹമ്മദിന്റെ പെൺമക്കളെ വിവാഹമോചനം നടത്തണം. അബൂലഹബ് പുത്രന്മാരോട് അവരുടെ ഭാര്യമാരെ വിവാഹമോചനം നടത്താൻ നിർബന്ധിച്ചു. അങ്ങനെ വിവാഹമോചനം നടന്നു. ബാല്യദശയിൽ തന്നെ ഇതൊക്കെ നടന്നു. വലിയ ഇത്താത്തമാർ മോളുടെ കൂടെ തന്നെയുണ്ട്. ഖുറൈശികൾ ഉപ്പായുടെ ശത്രുക്കളായി മാറി. ജീവിതം ദുസ്സഹമായി തീർന്നു. ഇസ്ലാം മതം വിശ്വസിച്ചവർക്ക് ക്രൂരമർദ്ദനം. മർദ്ദനത്തിന്റെ വിവരണം കേട്ട് പൊന്നുമോളുടെ കൊച്ചു മനസ്സ് വേദനിച്ചു. ദുഷ്ടന്മാർ എന്ത് ക്രൂരതയാണ്! മോൾക്ക് കോപം വന്നു. പരീക്ഷണങ്ങൾ നിറഞ്ഞ കാലഘട്ടം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലൂടെ മോൾ വളർന്നു. ഇസ്ലാമിന്റെ പ്രകാശത്തിലാണ് മോൾ വളർന്നത്. ശിർക്കിന്റെ ഒരംശവും മോളെ സ്പർശിച്ചിട്ടില്ല. പക്വത വന്ന സ്ത്രീയെ പോലെയാണ് മോളുടെ പെരുമാറ്റം, ബുദ്ധിപരമായ സംസാരം. ഉപ്പായെ മോൾ ആശ്വസിപ്പിക്കും, ഉമ്മ മക്കളെ ആശ്വസിപ്പിക്കും പോലെ. മോളുടെ മനസ്സിനെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവം നടന്നു. കഅബയുടെ സമീപത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്നു. കുറച്ചകലെ ഖുറൈശി പ്രമുഖന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഷൈബത്ത് ബിനു റബീഅ, അബൂജഹൽ, ഉഖബത്ത് ബിനു അബി മുഅയ്ത്, ഉമയ്യത്ത് ബിനു ഖലഫ് ഇവരൊക്കെ ആ കൂട്ടത്തിലുണ്ട്. നോക്കൂ, മുഹമ്മദ് നിസ്കരിക്കുന്നു. ഒരാൾ പറഞ്ഞു, അവനെ ഒരു പാഠം പഠിപ്പിക്കണം, അതിനു പറ്റിയ സന്ദർഭമാണിത്. അതാ അവിടെ ഒരൊട്ടകത്തിന്റെ കുടൽമാല കിടന്ന് ചീഞ്ഞ് ദുർഗന്ധം വരുന്നുണ്ട്. നല്ല ഭാരവും കാണും. അത് വലിച്ചു കൊണ്ടുവന്ന് മുഹമ്മദിന്റെ കഴുത്തിലിടണം. സുജൂദ് ചെയ്യുമ്പോൾ കഴുത്തിലിടണം. തല ഉയർത്താൻ കഴിയില്ല. കാണാൻ നല്ല രസമായിരിക്കും. ആരാണ് ചെയ്യുക? അബൂജഹൽ ചോദിച്ചു. ചോദ്യം കേട്ട് ഉഖബത്ത് ബിനു അബി മുഅയ്ത് ആവേശഭരിതനായി ചാടി എണീറ്റ് വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെയാ അത് ചെയ്യും. ഉഖബത്ത് ഓടിപ്പോയി ദുർഗന്ധം വമിക്കുന്ന ഒട്ടകക്കുടൽ വലിച്ചു കൊണ്ടുവന്നു. എന്തൊരു ഭാരം! വല്ലാത്ത ദുർഗന്ധം കാരണം ആളുകൾ മൂക്കുപൊത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം സർവശക്തനിൽ സമർപ്പിച്ചുള്ള നിസ്കാരത്തിലാണ്. സുജൂദിലേക്ക് പോയി. ഉഖബത്ത് ഒട്ടകത്തിന്റെ കുടൽമാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിലേക്ക് വലിച്ചിട്ടു.